ജർമ്മനിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് പലരും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ചിലരൊക്കെ പറയാറുണ്ട് ഈ ഒരു കോഴ്സ് പഠിച്ചാൽ ഉറപ്പായിട്ടും ജോലി കിട്ടും എന്നൊക്കെ ഉള്ളത്. അപ്പൊ നിങ്ങളും ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു കോഴ്സിനെ കുറിച്ചാണ്. ജർമ്മനിയിൽ ഒരുപാട് ജോലി സാധ്യതകളുള്ള ഒരു കോഴ്സ്, ലോജിസ്റ്റിക്സ്. അപ്പൊ ജർമ്മനിയിൽ ഈ ഒരു കോഴ്സ് എങ്ങനെ നമുക്ക് പഠിക്കാം, എങ്ങനെ തിരഞ്ഞെടുക്കാം, എന്തൊക്കെയാണ് ജോലി സാധ്യതകൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പൊ എല്ലാവർക്കും ഒരു യൂറോപ്യൻ യാത്രയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ജർമ്മനിയിൽ ഈ ഒരു ലോജിസ്റ്റിക് കോഴ്സ് എങ്ങനെ തിരഞ്ഞെടുക്കാം? ഇതിനായിട്ട് നിങ്ങൾക്ക് ഡാഡിന്റെ വെബ്സൈറ്റിൽ നോക്കാവുന്നതാണ്. അപ്പോൾ ഡാഡിന്റെ വെബ്സൈറ്റിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് സ്റ്റഡി ആൻഡ് റിസർച്ച് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞ ടാബ് എടുക്കാം. അതിനകത്ത് നമ്മൾ ഈ ഒരു ഇന്റർനാഷണൽ പ്രോഗ്രാംസിന്റെ ഓൾ സ്റ്റഡി പ്രോഗ്രാംസ് ഇൻ ജർമ്മനി എന്ന് പറഞ്ഞ ടാബ് എടുത്ത് കഴിയുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് ഏത് കോഴ്സാണോ വേണ്ടതെന്നുള്ളത് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പൊ നമ്മൾ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു സെർച്ച് ടൈം തന്നെ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് അതിനകത്ത് ലോജിസ്റ്റിക് റിലേറ്റഡ് ആയിട്ട് ജർമ്മനി മൊത്തമുള്ള എല്ലാ കോഴ്സുകളും കാണാം. അപ്പൊ ഇതിനകത്ത് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റോ അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷനോ ഒക്കെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ലോജിസ്റ്റിക്സിൽ തന്നെ ഒരുപാട് കോഴ്സുകളുണ്ട്. ഇപ്പൊ ടെക്നിക്കൽ ലോജിസ്റ്റിക്സ് ഉണ്ട്, പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്സ് ഉണ്ട്, ബിസിനസ് ലോജിസ്റ്റിക്സ് ഉണ്ട്. ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ സെയിൽസ് ലോജിസ്റ്റിക്സ് ഉണ്ട്. ഇതെല്ലാം കമ്പൈൻ ആയിട്ട് പഠിക്കുന്ന അത്തരത്തിലുള്ള ലോജിസ്റ്റിക് കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. അപ്പൊ ഇതുപോലെ പല രീതിയിലുള്ള ലോജിസ്റ്റിക്സ് ഉണ്ട്. എല്ലാ ലോജിസ്റ്റിക് കോഴ്സുകളുടെയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. നമ്മൾ ഏത് കോഴ്സ് എടുത്താലും ഏകദേശം കുറെ പഠിക്കുന്നതെല്ലാം സെയിം ആയിരിക്കും. എങ്കിലും ഇതിനകത്ത് ചില കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ഏത് ലോജിസ്റ്റിക്സ് വേണം എന്നുള്ളത് തിരഞ്ഞെടുക്കാം. ഇനി അല്ലാതെ നമ്മൾ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഒരു സെർച്ച് ടേം മാത്രം സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് ഇപ്പൊ ഞാൻ നോർത്ത് വെസ്റ്റ്ഫാലൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് സെലക്ട് ചെയ്യുവാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത് ടെക്നിക്കൽ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ കോഴ്സിനെ കുറിച്ചാണ്. ഇപ്പോൾ ഈ ഒരു നോർത്ത് വെസ്റ്റ്ഫാലൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പൊ ഡ്യൂസ്ബൂഗിലുള്ള എസ്എനിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് ഡ്യൂസ്ബൂഗിൽ ഉള്ള ഒരു കോഴ്സാണ് ടെക്നിക്കൽ ലോജിസ്റ്റിക്സ്. അപ്പൊ ഈ ഒരു കോഴ്സിന്റെയാണ് ഞാൻ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ബാക്കിയുള്ള കോഴ്സുകൾ ഇതുമായിട്ട് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എങ്കിലും നിങ്ങൾക്ക് ഇതൊരു റെഫറൻസ് ആയിട്ട് എടുക്കാം. ഇതൊക്കെയാണ് ലോജിസ്റ്റിക്സിൽ മെയിൻ ആയിട്ട് വരുന്നത്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ജോലികൾ ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊരു റെഫറൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഹോഷൂളെ ഹോഫ് ഒക്കെ ആണെങ്കിൽ ബിസിനസ് ലോജിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ SRH ഹോഷൂളൊക്കെ ആണെങ്കിൽ സപ്ലൈ ചെയിൻ വരുന്നുണ്ട്. അപ്പോൾ ഓരോ കോഴ്സിനകത്തും നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഏകദേശം സെയിം കുറെ കാര്യങ്ങളെല്ലാം സെയിം ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ട അതിനനുസരിച്ച് നിങ്ങൾ ഒരു കോഴ്സ് ഇതിന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്താണ് ഈ ഒരു ലോജിസ്റ്റിക്സ് എന്നുള്ള കാര്യമാണ്. പലർക്കും ഇതിനെക്കുറിച്ച് സ്കോപ്പ് ഉണ്ടെന്നല്ലാതെ ഇത് എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഇതിൽ പഠിക്കേണ്ടി വരിക, എന്താണ് ജോലി ചെയ്യേണ്ടി വരിക എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലോജിസ്റ്റിക്സ് നമ്മുടെ എല്ലാം ഡെയിലി ലൈഫിൽ വളരെയധികം റിലേറ്റ് ചെയ്യുന്ന ഒരു ഫീൽഡാണ്. നമ്മൾ ഏതൊരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ലോജിസ്റ്റിക്സ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സാധനം ഇപ്പൊ ജർമ്മനിയിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മളൊരു പാക്കറ്റ് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുന്നു. ആ ഒരു പാക്കറ്റിലെ ഒരു സാധനം അവിടെ എത്തുന്നത് വരെയുള്ള കംപ്ലീറ്റ് സ്റ്റേജ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ എത്തിക്കാനുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് ലോജിസ്റ്റിക്സ് ആണ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളൊരു സാധനം ആമസോണിൽ ഓർഡർ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്യുന്നത് മുതൽ അത് എവിടെ നിന്നാണോ വരുന്നത് ആ ഒരു ഇനീഷ്യൽ സ്റ്റേജ് മുതൽ നമ്മൾ കസ്റ്റമറിന്റെ അടുത്ത് വരെ എത്തുന്ന ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കുന്നത് ലോജിസ്റ്റിക്സ് ആണ്. അതായത് ഒരു പ്രൊഡക്റ്റ് ഒറിജിനേറ്റ് ചെയ്ത് കസ്റ്റമർ വരെ എത്താനുള്ള കംപ്ലീറ്റ് പ്രോസസ്സ്, ആ ഒരു പ്രൊഡക്റ്റിന്റെ മൂവ്മെന്റ്, അതിനു വേണ്ടിയുള്ള എല്ലാ പ്ലാനിങ്, ട്രാൻസ്പോർട്ടേഷൻസ്, സ്റ്റോറിങ്, ഇതെല്ലാം ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ലോജിസ്റ്റിക്സ്. നമ്മളൊരു സാധനം ആമസോണിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് അത് എഫിഷ്യന്റ് ആയിട്ട് നമ്മളുടെ അടുത്തേക്ക് എത്തണം. ചിലപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് എത്തണം എന്നായിരിക്കും. ചില സമയത്താണെന്നുണ്ടെങ്കിൽ വളരെയധികം ഡിലേ ആയിട്ട് മതിയായിരിക്കും. ചിലപ്പോൾ നമുക്ക് 1-2 ദിവസത്തെ ഡിലേ കഴിഞ്ഞിട്ട് എത്തണം. ചിലപ്പോൾ നമുക്ക് നമ്മളിവിടെ സ്ഥലത്തില്ല, വല്ല വെക്കേഷൻ ടൈം ഒക്കെയാണ്, അത് കഴിഞ്ഞിട്ട് എത്തണം. അപ്പൊ നമ്മുടെ കസ്റ്റമറിന്റെ നീഡിനനുസരിച്ചിട്ട് എഫിഷ്യന്റ് ആയിട്ട് എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാം എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുന്നത് ഈ ലോജിസ്റ്റിക്സ് ആണ്. അതായത് ഇപ്പൊ പെട്ടെന്ന് എത്തണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്ലൈറ്റ് വഴി ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ആയിരിക്കും മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കാം. ഇനി വളരെ ഡിലേ ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ട്രെയിൻ വഴി മതിയായിരിക്കാം. ഇനി കുറച്ച് ഡിലേ ഒക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് ബസ് വഴിയായിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് എങ്ങനെ കസ്റ്റമറിൽ എത്താം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് എത്തിക്കുന്നത് ഈ ഒരു ലോജിസ്റ്റിക്സ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ പ്ലാനിങ്, ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ ചില സമയത്തിൽ ഇതെല്ലാം സ്റ്റോർ ചെയ്യേണ്ടി വരും ഓരോ വെയർ ഹൗസിലൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റോറിങ് ഇതെല്ലാം നോക്കുന്നത് ഈ ലോജിസ്റ്റിക്സ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ട്രാൻസ്പോർട്ടേഷൻ മാത്രമല്ല, ഇതുപോലെ പല രീതിയിലുള്ള കമ്പാരിസൺ ഒക്കെ ചെയ്യുന്നത് ലോജിസ്റ്റിക്സ് ആണ്. മാത്രമല്ല ഇങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് ഒരു ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ എല്ലാം ബാക്കപ്പ് പ്ലാൻസ് കൂടെ ആവശ്യമാണ്. പറയുമ്പോൾ നമുക്കൊരു സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇത് വർക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു ചെറിയ സ്കെയിലായിരിക്കില്ല വർക്ക് വരിക. കാരണം പല കമ്പനീസ് തമ്മിൽ, അല്ലാന്നുണ്ടെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് നടക്കുന്ന പല ട്രാൻസ്പോർട്ടേഷനും ഒക്കെ ലോജിസ്റ്റിക്സിന്റെ ഒരു പാർട്ടാണ്. ഫ്ലൈറ്റ് വഴി, ഷിപ്പ് വഴി, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ ട്രക്കുകൾ വഴിയൊക്കെ പല രാജ്യത്തു നിന്നും നമുക്ക് സാധനങ്ങളൊക്കെ പല സ്ഥലത്തേക്ക് എത്തിക്കുന്നുണ്ട്.
അപ്പം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ് ഈ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളും ചിലപ്പോൾ ട്രാൻസ്പോർട്ട് ഒക്കെ ചെയ്യേണ്ടി വരും. നമ്മൾ തന്നെ ഇപ്പൊ പല സാധനങ്ങളും ഓൺലൈനൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഇപ്പൊ ചിലപ്പോൾ നമ്മൾ മീറ്റ് ഓർഡർ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ജർമ്മനിയിൽ താമസിക്കുന്നവർ ചിലപ്പോൾ ഇന്ത്യയിൽ നിന്നും എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്നൊക്കെ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നമുക്കിപ്പോ ഇന്ത്യയിലത്തെ പല സാധനങ്ങളും അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ നമുക്കിപ്പോ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ലോജിസ്റ്റിക്സിന്റെ ഒരു പാർട്ടാണ്. ഇത്തരം സാധനങ്ങളെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതെല്ലാം ഫ്രഷ് ആയിട്ട് തന്നെ ഇവിടെ എത്തണം. അപ്പൊ അത്തരത്തിലുള്ള കണ്ടെയ്നറിൽ വേണം അത് കൊണ്ടുവരാനായിട്ട്. അതേപോലെ തന്നെ അതെല്ലാം ചെക്ക് ചെയ്യേണ്ടി വരും. ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം എലിമിനേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അതിന് പകരം വേറെ സാധനങ്ങൾ, പുതിയതായിട്ടുള്ള സാധനങ്ങൾ വെക്കാനൊക്കെ ആയിട്ടുള്ള അത്തരത്തിലുള്ള പ്ലാനിങ്ങുകളും ഒക്കെ ചെയ്യേണ്ടത് ലോജിസ്റ്റിക്സ് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ട്രാൻസ്പോർട്ടേഷൻ മാത്രമല്ല, ടെമ്പറേച്ചർ നോക്കണം, ക്വാളിറ്റി ചെക്ക് നോക്കണം, കണ്ടെയ്നേഴ്സ് ചേഞ്ച് ചെയ്യണം ഓരോ ടെമ്പറേച്ചറിനനുസരിച്ചിട്ട്. അതേപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ചില സാധനങ്ങൾ റീപ്ലേസും ചെയ്യേണ്ടി വരും. ഇൻവെന്ററി മാനേജ്മെന്റ് എന്നുള്ളത് ലോജിസ്റ്റിക്സിന്റെ ഒരു വലിയ പാർട്ടാണ്. അപ്പൊ എന്താണ് ഈ ഒരു ഇൻവെന്ററി മാനേജ്മെന്റ് നോക്കാം. ഇപ്പൊ നമ്മളൊരു ആമസോണിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആമസോണിന്റെ ആയിരിക്കില്ല ആ പ്രോഡക്റ്റ്. കാരണം നമ്മളൊരു ആമസോണിൽ ഇപ്പൊ ഒരു ഫോൺ ഓർഡർ ചെയ്യുന്നു, ആ ഒരു ഫോൺ അത് ഏത് കമ്പനിയുടെ ആണോ അപ്പൊ അവിടെ നിന്നായിരിക്കും അതിന്റെ ഒറിജിനേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സാധനത്തിന്റെ എത്രത്തോളം കസ്റ്റമേഴ്സിന് നീഡ് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ എത്രത്തോളം ആവശ്യമുണ്ട് അനുസരിച്ചിട്ട് ആമസോൺ ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് എല്ലാം അവരുടെ വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ നമുക്ക് ഈ ഒരു വെയർ ഹൗസിലുള്ള ജോലികളും അതും ഈ ഒരു ലോജിസ്റ്റിക്സിന്റെ ഒരു പാർട്ടാണ്. അതേപോലെ തന്നെ ജർമ്മനിയിലെ ചില ലെബൻസ്മിറ്റൽ കമ്പനീസ് ഒക്കെ, ഇപ്പൊ ഗോറില്ല, ഫ്ലിങ്ക് എന്നൊക്കെ പറഞ്ഞ ചില കമ്പനീസ്, അപ്പൊ ഇങ്ങനെയുള്ള കമ്പനീസ് ഒക്കെ എടുത്തു നോക്കുന്ന സമയത്ത് അവര് ഈ ഓർഡേഴ്സ് എല്ലാം നേരത്തെ തന്നെ നോക്കും, എത്രത്തോളം ആണ് കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളതെന്ന് നോക്കിയിട്ട് അങ്ങനെ ഒരു 2-3 ആഴ്ചയുടെ മുൻപ് തന്നെ ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് എല്ലാം അവരുടെ സപ്ലയേഴ്സ് ഡയറക്റ്റ് എടുത്തതിന് ശേഷം വെയർ ഹൗസിലെത്തി സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ ഇതിനെയാണ് ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് അതിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കണം. ചിലപ്പോൾ എക്സ്പയറി ഒക്കെ ആവുന്ന സമയത്ത് അതെല്ലാം റീഫിൽ ചെയ്യേണ്ടി വരും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് ലോജിസ്റ്റിക്സ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ടെക്നിക്കൽ ലോജിസ്റ്റിക്സിനെ കുറിച്ചാണ് ഇപ്പൊ ഞാൻ കൂടുതലായിട്ട് പറയുന്നത്. ഇനി ഇപ്പൊ പ്രൊഡക്ഷന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ് ഇപ്പൊ നിങ്ങൾ പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ കോഴ്സിനകത്ത് പഠിക്കുന്നത്. അപ്പൊ അതിനകത്താണെങ്കിൽ കുറച്ചുകൂടെ മെക്കാനിക്കൽ കമ്പൈൻഡ് ആയിരിക്കും. അപ്പൊ മെക്കാനിക്കൽ ഫീൽഡ് കൂടെ കുറച്ച് കൂടുതലുള്ള ഫീൽഡാണ് ഈ ഒരു പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ടെക്നിക്കൽ ലോജിസ്റ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്യുവർ ലോജിസ്റ്റിക്സ് ആണ് നിങ്ങൾ പഠിക്കുന്നത്. ലോജിസ്റ്റിക്സിന്റെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ഫീൽഡാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിനകത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിയൊക്കെ കിട്ടാൻ ഏറ്റവും അധികം ചാൻസ് ഒക്കെ ഉള്ള ഒരു ഫീൽഡ് കൂടിയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. അപ്പൊ എന്താണ് ഈ ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് നോക്കാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഈ ജർമ്മനിയിലെ സൂപ്പർ മാർക്കറ്റിൽ പോയി നമ്മളൊരു പാക്കറ്റ് അരി വാങ്ങിക്കുന്നു. ഈ ഒരു അരിയുടെ മാനുഫാക്ചറിംഗ് കമ്പനീസിന് ടൈപ്പ് ഉള്ളത് അവിടുത്തെ ഫാമേഴ്സ് ഒക്കെ ആയിട്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇത് എവിടെ നിന്നാണോ കൊണ്ടുവരുന്നത് ആ ഒരു റീജിയനിലെ ഫാമേഴ്സ് ഒക്കെ ആയിട്ടായിരിക്കും. അങ്ങനെ ഇവര് ഫാമേഴ്സിന്റെ അടുത്തു നിന്നാണ് ഇതെല്ലാം കളക്ട് ചെയ്യുന്നത്. അങ്ങനെ ഫാമേഴ്സിന്റെ അടുത്തു നിന്നാണ് ഇവരിത് സോഴ്സ് ചെയ്യുന്നത്. ഫീൽഡിൽ നിന്ന് ക്ലീനിങ്ങും ബാക്കിയുള്ള പ്രോസസ്സ് എല്ലാം ചെയ്യാനായിട്ട് ഇതെല്ലാം വെയർ ഹൗസിൽ എത്തിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അങ്ങനെ വെയർ ഹൗസിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള എംപ്ലോയീസ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്യും, പാക്ക് ചെയ്യും, ക്ലീനിങ് ചെയ്യും, അങ്ങനെ അതിന്റെ എല്ലാ പ്രോസസ്സും ചെയ്യും. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിൽ അല്ലാന്നുണ്ടെങ്കിൽ ഏതൊക്കെ ചെറിയ കമ്പനീസിലാണോ എന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനായിട്ടുള്ള പാക്കിംഗ് എല്ലാം ചെയ്യും. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ട്രക്കുകളാണ്. അപ്പൊ ട്രക്ക് വഴിയാണ് ഇപ്പൊ ഇവിടുത്തെ ജർമ്മനിത്തെ കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻസ് ട്രക്ക് വഴി, എൽക്കാവി വഴിയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. ഇനി അല്ലാത്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കാർഗോ സർവീസുകളുണ്ട്, ഇപ്പൊ ഷിപ്പ് വഴി വേറെ രാജ്യത്തേക്ക് എത്തിക്കുന്ന അത്തരത്തിലുള്ള സർവീസ് ഉണ്ട്. അതേപോലെ തന്നെ എൽക്കാവിയും മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ എത്തിക്കുന്ന അത്തരത്തിലുള്ള സർവീസുകളുണ്ട്. ഇനി നമുക്ക് ഫ്ലൈറ്റ് വഴിയൊക്കെ എത്തിക്കേണ്ട എന്തെങ്കിലും സർവീസുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളത്. അപ്പം എഫിഷ്യന്റ് ആയിട്ടുള്ള സർവീസ് വഴി ഈ പാക്കിംഗ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം സൂപ്പർ മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ളതാണ് അടുത്തൊരു സ്റ്റെപ്പ്. അതേപോലെ തന്നെ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ ലോക്കൽ ട്രാൻസ്പോർട്ടേഷനോ ഇന്റർനാഷണൽ ആണോ നാഷണൽ ആണോ എന്നൊക്കെ ഉള്ളത് നോക്കി എഫിഷ്യന്റ് ആയിട്ട് ഷിപ്പാണോ എയർ വാട്ടർ ഇതിൽ ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് നല്ലത് നോക്കി ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പൊ ഈ ഒരു ഫാമേഴ്സിന്റെ അടുത്ത് നിന്ന് ലാസ്റ്റ് കസ്റ്റമറിന്റെ അടുത്തേക്ക് വരെ എത്തുന്ന ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ് ആണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫാമേഴ്സിന്റെ അടുത്ത് നിന്ന് വെയർ ഹൗസിൽ എത്തിക്കാനും വെയർ ഹൗസിൽ നിന്ന് ലാസ്റ്റ് കസ്റ്റമർ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സിൽ എത്തിക്കാനൊക്കെ ആയിട്ട് ഓരോ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻസ് ഉണ്ട്. അത് കാർഗോ ആയിട്ടോ ഷിപ്പായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ട്രക്ക് വഴി ഒക്കെയാണ് എടുക്കുന്നത്. എപ്പോഴാണ് എത്തിക്കേണ്ടത്, എങ്ങനെ എത്തിക്കണം, എങ്ങനെയൊക്കെയാണ് ഓരോന്ന് ചൂസ് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെയുള്ള വണ്ടികൾ വേണം, കാരണം ഓരോ കമ്മ്യൂണിറ്റി അനുസരിച്ചിട്ട് ട്രക്കിന് വരെ വ്യത്യാസം വരാം. അതേപോലെ തന്നെ നമുക്ക് ബാക്കപ്പ് പ്ലാൻസും ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടൊരു സാധനം എത്തിക്കാനായിട്ട് പറ്റുകയുള്ളൂ. വെയർ ഹൗസ് മാനേജ്മെന്റ് ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് ലോജിസ്റ്റിക്സിന്റെ ഒരു പാർട്ട് തന്നെയാണ്. നമുക്ക് ഇതിങ്ങനെ സെപ്പറേറ്റ് പഠിക്കാൻ പറ്റില്ല. ലോജിസ്റ്റിക്സ് പഠിക്കുന്ന സമയത്ത് എന്തായാലും നമ്മൾ സപ്ലൈ ചെയിൻ കൂടെ പഠിക്കുന്നതാണ്. കാരണം അത് കമ്പൈൻഡ് ആയിട്ടാണ് എപ്പോഴും വരുന്നത്. അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ക്ലാസ്സുകൾ അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ എന്തൊക്കെ പഠിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് പ്യുവർലി തിയറിക്കൽ ആയിരിക്കും കൂടുതലായിട്ട് പഠിക്കുന്നുണ്ടായിരിക്കുക. നിങ്ങൾക്ക് ഇതിനകത്ത് ലാബുകളല്ല വരുന്നത്, പക്ഷെ ഇത്തരത്തിലുള്ള കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഈ ഒരു ലോജിസ്റ്റിക്സ് ഫീൽഡിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം ഉള്ളത് ഈ കോൺസെപ്റ്റുകളാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്ലാനിങ്ങുകൾ, ഐഡിയകൾ ഇതൊക്കെയാണ് ഏറ്റവും അധികം ആവശ്യമുള്ളത്.
അപ്പൊ ഇത്തരത്തിലുള്ള കാര്യമായിരിക്കും നിങ്ങൾ ഈ ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ കാര്യം ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഇതിനകത്ത് പഠിക്കുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഏതൊക്കെ ടൂൾസ് ആണ് യൂസ് ചെയ്യേണ്ടി വരിക, ഓരോ ട്രാൻസ്പോർട്ടേഷൻസ് എങ്ങനെയൊക്കെയാണ് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരിക, ഇങ്ങനെയൊക്കെയുള്ള പ്ലാനിംഗ് ആണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടായിരിക്കും. ഇതിനകത്ത് നിങ്ങൾക്ക് 2 സബ്ജക്ട് സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിരിക്കും, അതായത് സിമുലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളായിരിക്കും. അത് വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഈ പ്ലാനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വരിക. ബാക്കിയുള്ളതെല്ലാം തിയറി ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. തിയറി എന്ന് പറയുമ്പോൾ പ്യുവർ തിയറി അല്ല, ഇതിനകത്ത് നിങ്ങൾക്ക് പ്രോബ്ലം സോൾവിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതായത് തിയറി പ്ലസ് കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടി വരും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഈ ഒരു ടെക്നിക്കൽ ലോജിസ്റ്റിക്സിനകത്ത് നിങ്ങൾ പഠിക്കുന്നത്. ഈ ഒരു കോഴ്സ് ബയലിംഗൽ കോഴ്സ് ആണ്. ഇതിനകത്ത് നമുക്ക് ജർമ്മനും അതുപോലെ ഇംഗ്ലീഷും ഉണ്ട്. 2 സബ്ജക്ട് മസ്റ്റ് ആയിട്ടും ജർമ്മൻ ലാംഗ്വേജിൽ തന്നെ പഠിക്കണം. ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നമുക്ക് ജർമ്മൻ വേണോ ഇംഗ്ലീഷ് വേണോ എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ 2 സബ്ജക്ട് എന്തായാലും ജർമ്മൻ ലാംഗ്വേജിൽ തന്നെയാണ്. ഈ ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഡാഡിന്റെ വെബ്സൈറ്റിലോ അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. 4 സെമിസ്റ്റർ കോഴ്സ് ആണ്. അതേപോലെ തന്നെ ഈ ഒരു കോഴ്സിൽ നമുക്ക് മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ട ഒരു ഇന്റേൺഷിപ്പ് ഉണ്ട്. അപ്പൊ മസ്റ്റ് ആയിട്ടും ചെയ്യണം എന്ന് പറയാൻ കാരണം ഇപ്പോൾ ടെക്നിക്കൽ ലോജിസ്റ്റിക്സ് ചെയ്യുന്നവർക്ക് അത് മസ്റ്റ് ആയിട്ടും ചെയ്യണം. 6 മന്ത് ഇന്റേൺഷിപ്പ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്കൊരു തെസിസ് വർക്ക് ഉണ്ടായിരിക്കും. ഇനി പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഇന്റേൺഷിപ്പ് കമ്പൽസറി അല്ല, അത് ഫ്രൈവില്ലിംഗ് ആണ്. അവർക്ക് ചൂസ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്തായാലും അത് കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ടും ഒരു തെസിസ് ചെയ്യണം. ഫൈനൽ സെമിസ്റ്ററിലാണ് തെസിസ് ഉണ്ടായിരിക്കുക. ഈ തെസിസ് നമുക്ക് ചൂസ് ചെയ്യാം എവിടെ ചെയ്യണം എന്നുള്ളത്. ഒന്നുകിൽ നമുക്ക് ഒരു കമ്പനിയിൽ നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഏതെങ്കിലും ഒരു പ്രൊഫസറിന്റെ അണ്ടറിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു കോഴ്സിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു കോഴ്സിന്റെ സ്കോപ്പ് ആണ്. ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കോഴ്സിന് ഒരുപാട് സ്കോപ്പ് ആണുള്ളത്. കാരണം ഇപ്പോൾ ഒരുപാട് പേരാണ് ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് ജർമ്മനിയിൽ എത്തുന്നത്. കഴിഞ്ഞ 2 വർഷത്തിന്റെ ഉള്ളിൽ തന്നെ ഈ ഒരു ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് വളരെയധികം എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിന്റെ ഉള്ളിലായിട്ട് ജർമ്മനിയിലേക്ക് ഈ ഒരു ലോജിസ്റ്റിക്സ് പഠിക്കാനുള്ള ആൾക്കാരുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട്. ലോജിസ്റ്റിക്സ് പഠിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ജോലി സാധ്യതകളാണുള്ളത്. കാരണം നമ്മൾ ഏതൊരു കമ്പനി എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ലോജിസ്റ്റിക്സിന്റെ ഒരു സ്കോപ്പ് ഉണ്ട്. കാരണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ടയർ കമ്പനി എടുക്കുന്നു, ആ ഒരു കമ്പനി എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ റോ മെറ്റീരിയൽസ് എപ്പോഴൊക്കെയാണ് ആവശ്യം വരുന്നത്. ഇനി അതല്ലാതെ നമ്മൾ ഏതൊരു കമ്പനി എടുത്തു കഴിഞ്ഞാലും ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ പാർട്ട് തന്നെയാണ്. എപ്പോഴൊക്കെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴാണ് ആ റോ മെറ്റീരിയൽസ് വേണ്ടത്, ഇങ്ങനെയൊക്കെ നോക്കുന്നത് എല്ലാവരും കമ്പനിയുടെയും പാർട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലോജിസ്റ്റിക്സ് ഏതൊരു കമ്പനി അല്ലാന്നുണ്ടെങ്കിൽ ഏതൊരു ബിസിനസ് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ലോജിസ്റ്റിക്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫീൽഡിലുള്ള ജോലികൾ, അവസരങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ഉള്ള ഒരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല നമുക്ക് ലൈഫ് ലോങ് ആവശ്യമുള്ള ഒരു ഫീൽഡ് കൂടിയാണ് ലോജിസ്റ്റിക്സ്. ഒരിക്കലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കറിയാം ഇപ്പൊ വേൾഡ് വൈഡ് ആയിട്ട് തന്നെ പല രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട്. ഇപ്പൊ ഫുഡുകളായിക്കോട്ടെ, ഡ്രസ്സുകളായിക്കോട്ടെ, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പല രാജ്യങ്ങളിലുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ലോജിസ്റ്റിക്സ് വേൾഡ് വൈഡ് വരെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയ ഒരു ഫീൽഡാണ്. ഇൻ കേസ് ഈ ഒരു കൊറോണ സമയമെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു ഫീൽഡ് വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാം ഓൺലൈൻ ആയിട്ട് വാങ്ങിക്കാനായിട്ട് സാധാരണക്കാർ വരെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫീൽഡ് ഒരിക്കലും നമുക്ക് അങ്ങനെ സ്കോപ്പ് ഇല്ലാത്തൊരു ഫീൽഡ് അല്ല. എപ്പോഴും സ്കോപ്പ് അല്ലാതെ ഓപ്പർച്യൂണിറ്റീസും കൂടുന്ന ഒരു ഫീൽഡ് തന്നെയാണ്. പല രാജ്യത്തു നിന്നുള്ള ഇമ്പോർട്ട്, എക്സ്പോർട്ട് ഇതെല്ലാം എപ്പോഴും നടക്കുന്ന കാര്യം തന്നെയാണ്. ഇനി നിങ്ങൾ ഈ ജർമ്മനിയിലെ ലോജിസ്റ്റിക്സ് പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് വേറെ രാജ്യത്ത് പോയിട്ട് വർക്ക് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ യൂറോപ്യൻ യൂണിയനിൽ വേറെ ഏതെങ്കിലും കൺട്രീസിൽ പോയിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ലോജിസ്റ്റിക്സ് പഠിക്കുന്ന കൺസെപ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. അപ്പൊ ജർമ്മനിയിൽ പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് വേറെ രാജ്യത്ത് പോയിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും വളരെ അധികമാണ്. കോമ്പറ്റേറ്റീവ് ആയ ഒരു ഫീൽഡാണിത്. പക്ഷെ അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് സ്കോപ്പ് ഉള്ള ഒരു ഫീൽഡ് കൂടെയാണ്. ലോജിസ്റ്റിക്സ് എന്ന് വെച്ചാൽ റോ മെറ്റീരിയൽസ് എല്ലാം സപ്ലൈ ചെയിൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് സെല്ലേഴ്സിന്റെ അടുത്ത് നിന്ന് ബയേഴ്സിന്റെ അടുത്തേക്ക് എത്തിക്കുന്ന ഒരു സീരീസ് ഓഫ് പ്രോസസ്സ് എല്ലാം ചേർന്നതാണ് ലോജിസ്റ്റിക്സ്. ഇതിനകത്ത് ഒരുപാട് സ്റ്റെപ്സ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. റിസീവിംഗ്, വെയർഹൌസിംഗ്, ഇൻവെന്ററി മാനേജ്മെന്റ്, മാൻ പ്ലാനിംഗ്, പാക്കിംഗ്, ഷിപ്പിംഗ്, ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ്, ഇതൊക്കെയാണ് ഈ ഒരു ലോജിസ്റ്റിക്സിനകത്തുള്ള സ്റ്റെപ്സ്. എഫിഷ്യൻസി സക്സസ്ഫുൾ ആയ ലോജിസ്റ്റിക്സിന് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ്. പ്രൊഡക്റ്റ് എല്ലാം കറക്റ്റ് ആയ ലൊക്കേഷനിൽ കറക്റ്റ് ടൈമിൽ എത്തുക എന്നുള്ളത് ലോജിസ്റ്റിക്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് കസ്റ്റമർ എക്സ്പെക്ടേഷൻസും ഡെലിവറി ഡെഡ് ലൈൻസും മീറ്റ് ചെയ്യുക എന്നുള്ളത്. ഇനി ഇത് പഠിച്ചു കഴിഞ്ഞാലുള്ള ജോബുകൾ എന്തൊക്കെയായിരിക്കും നോക്കാം. മെയിൻ ആയിട്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ജോലികളാണ് കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. കാരണം ഇതിന്റെ കോൺസെപ്റ്റ് ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് നിങ്ങൾ ചെയ്യേണ്ടി വരിക. അപ്പൊ മെയിൻ ആയിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ജോലികളാണ് ഉണ്ടായിരിക്കുക. ഇനി നിങ്ങൾ ഈ ഒരു ലോജിസ്റ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ഏരിയയിൽ വർക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സപ്ലൈ ചെയിനിൽ വർക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ലോജിസ്റ്റിക്സ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഡാറ്റ അനലിസ്റ്റ് ഫീൽഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഫീൽഡിൽ പോകാവുന്നതാണ്. ഇപ്പൊ ഡാറ്റ അനലിസ്റ്റ് ഫീൽഡിലൊക്കെ പോകാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ വേറെ സോഫ്റ്റ്വെയർസ് എല്ലാം പഠിക്കേണ്ടി വരും. ഇപ്പൊ SQL പഠിക്കേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ പവർ BI പഠിക്കേണ്ടി വരും. കാരണം അത്തരത്തിലുള്ള ടൂൾസ് എല്ലാം വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഓരോ കോൺസെപ്റ്റ് എല്ലാം പ്ലോട്ട് ചെയ്യുന്നതും അല്ലാന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഓരോ കോൺസെപ്റ്റുകൾ ഉണ്ടാക്കുന്നതൊക്കെ.
അപ്പൊ അങ്ങനെയുള്ള ടൂൾസ് എല്ലാം നിങ്ങൾ പഠിക്കേണ്ടി വരും. അതേപോലെ തന്നെ സാപ്പ്, അത് നിങ്ങൾ പഠിക്കേണ്ടി വരും. സാപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ലോജിസ്റ്റിക്സിൽ മെയിൻ ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് സാപ്പ്. പല കാര്യങ്ങളും നിങ്ങൾ ഐഡിയ ക്രിയേറ്റ് ചെയ്യാനും കോൺസെപ്റ്റ് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് സാപ്പ്. ലോജിസ്റ്റിക്സിൽ പല കാര്യങ്ങളും നിങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ടും അതേപോലെ തന്നെ ഇൻവെന്ററി മാനേജ്മെന്റും എല്ലാം ചെയ്യാനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് സാപ്പ്. അപ്പൊ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു മൾട്ടിനാഷണൽ കമ്പനി എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ലോജിസ്റ്റിക്സ് ഉണ്ടായിരിക്കും. കാരണം അവർക്ക് അവരുടെ റോ മെറ്റീരിയൽസ് പല രാജ്യത്തു നിന്നായിരിക്കും അവർ വാങ്ങുന്നുണ്ടായിരിക്കുക. അപ്പൊ അതിന്റെ എല്ലാ റിക്വയർമെന്റ്സ് നോക്കിയിട്ട് ഏത് സമയത്ത് എങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യണം, എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാം, ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ ഏതൊരു മൾട്ടിനാഷണൽ കമ്പനി എടുത്തു കഴിഞ്ഞാലും അവർക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരിക്കാം. ഇനിയിപ്പോ ജർമ്മനിയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ജർമ്മനി എന്ന് പറയുന്നത് യൂറോപ്പിന്റെ ലോജിസ്റ്റിക്സ് ഹബ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജർ ആയിട്ട്, സപ്ലൈ ചെയിൻ സ്പെഷ്യലിസ്റ്റ്, അല്ലാന്നുണ്ടെങ്കിൽ സപ്ലൈ ചെയിൻ അനലിസ്റ്റ്, ലോജിസ്റ്റിക് സ്പെഷ്യലിസ്റ്റ്, ഇത്തരത്തിൽ പല രീതിയിലുള്ള ജോലികളായിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടായിരിക്കാം. ഈ ജോലികളെല്ലാം ഓഫീസ് ജോലികളായിരിക്കും, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ജോലികളാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരിക്കാം. പക്ഷെ ഇതിന്റെ എല്ലാം ഡ്യൂട്ടീസ് വ്യത്യാസമായിരിക്കും. ഓരോ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പൊ ഒരു സപ്ലൈ ചെയിൻ സ്പെഷ്യലിസ്റ്റ് ചെയ്യുന്ന ഡ്യൂട്ടി ആയിരിക്കില്ല ഇപ്പൊ ഒരു പ്രൊഡക്ഷൻ സൈഡിൽ ചെയ്യുന്ന ഒരാൾക്ക് ഉണ്ടായിരിക്കാം. ഓരോ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ചിട്ട് ഫംഗ്ഷൻസ് വേറെ ആയിരിക്കും, നിങ്ങൾക്ക് കിട്ടുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത് വേറെ ആയിരിക്കും. ഇനി ഈ ഒരു കോഴ്സിന് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള റിക്വയർമെന്റ്സ് എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഡാഡിന്റെ വെബ്സൈറ്റിനകത്ത് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഡീറ്റെയിൽസിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് റിക്വയർമെന്റ് എന്നുള്ളത്. അപ്പൊ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരിട്ട് ആ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അതിന്റെ റിക്വയർമെന്റ്സ് അതിനകത്ത് കാണിക്കും. ഇപ്പൊ ഈ ഒരു ഡൂയിസ്ബർഗിലെ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ടെക്നിക്കൽ ലോജിസ്റ്റിക് കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാച്ചിലേഴ്സ് കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബാച്ചിലേഴ്സ് ഏത് ഫീൽഡ് എടുത്തായിരിക്കും ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാം. മെയിൻ ആയിട്ടുള്ള റിക്വയർമെന്റ് എന്ന് വെച്ചാൽ 4 വർഷത്തെ ഡിഗ്രി കോഴ്സാണ്. ഇപ്പൊ നിങ്ങൾ ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സോ മെക്കാനിക്കലോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിവിൽ, അങ്ങനെ ഏത് ഫീൽഡ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്കൽ ലോജിസ്റ്റിക്സ് കോഴ്സിലേക്ക് വരാവുന്നതാണ്. മെയിൻ ആയിട്ട് വേണ്ടത് 4 വർഷത്തെ ഒരു ഡിഗ്രിയാണ്. കാരണം അതിനകത്ത് അവർ ക്രെഡിറ്റ് പറയുന്നുണ്ട്. 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്രെഡിറ്റ് മീറ്റ് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് 4 വർഷത്തെ കോഴ്സ് തന്നെ വേണം. എഞ്ചിനീയറിംഗ് തന്നെ വേണമെന്നില്ല, 4 വർഷത്തെ ഏതെങ്കിലും ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർക്ക് ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് B2 ലാംഗ്വേജ് ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടുത്തെ ഒരുവിധം മാസ്റ്റർ കോഴ്സുകളൊക്കെ നമുക്ക് A2 ലാംഗ്വേജ് ഒക്കെ വെച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഫീൽഡിൽ ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ B2 ലാംഗ്വേജ് ലെവൽ മാൻഡേറ്ററി ആണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസും വേണം. അപ്പൊ ഈ ഒരു റിക്വയർമെന്റ്സിനകത്ത് അത് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജും അതേപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസും വേണം. ജർമ്മൻ B2 ലെവൽ വേണം. അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ആണെങ്കിൽ IELTS അല്ലെങ്കിൽ CEFR സ്കോർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് ജർമ്മനിയിലെ ലോജിസ്റ്റിക്സ് കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഒരുപാട് മാസ്റ്റർ കോഴ്സുകളുണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് പഠിക്കേണ്ടി വരിക. അതേപോലെ തന്നെ ഇങ്ങനെയൊക്കെയാണ് ജോലിയുടെ സ്വഭാവം ഉണ്ടായിരിക്കുക. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ടോ അല്ലാതെ ഇവിടെ വന്ന് പഠിക്കാനായിട്ടോ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ സമയം കളയാതെ തന്നെ നിങ്ങൾ അതിന്റെ പ്രിപ്പറേഷൻസും അല്ലാതെ അപ്ലിക്കേഷൻസും ഒക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. കാരണം ഓരോ കോഴ്സിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് എപ്പോഴാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത്, അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ്. അപ്പൊ സമയം കളയാതെ നിങ്ങൾ എല്ലാ അപ്ലിക്കേഷൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവർ പലരും ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കാം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.